നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീലക്കുറിഞ്ഞി പൂവിട്ട ചക്രമുടി വീണ്ടും വിവാദത്തിലേക്ക്. ഹർജിക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഓണത്തിരക്കിനൊപ്പം വിപണിയിലും പൂക്കളുടെ വില കുതിച്ചുയരുകയാണ്. പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഇത്തവണ കൈ പൊള്ളുമെന്ന് ഉറപ്പ്. ഓണം പ്രതീക്ഷയിൽ ജില്ലയിലെ ടൂറിസം മേഖല. ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ പ്രതികൂലമായി ബാധിച്ചു ഈ വർഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് KSKTU. വിശദമായ വാർത്തകളിലേക്ക്. നീലക്കുറിഞ്ഞി പൂവിട്ട ചക്രമുടി ഭൂമി വീണ്ടും വിവാദത്തിലേക്ക്. ഹർജിക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഇടുക്കി ബൈസൺവാലി വില്ലേജിലെ ചക്രമുടിയിൽ സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറിലധികം ഭൂമിക്ക് താൽക്കാലികമായി കരമടച്ച് നൽകുവാനാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ സഹോദരങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിധിയുടെ പകർപ്പ് ലഭിച്ച് 10 ദിവസത്തിനകം നികുതി സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ 3 സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി. ഹർജിക്കാരുടെ അമ്മയുടെ പിതാവിന് 1975 ലഭിച്ച പട്ടയഭൂമിയാണിത്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പട്ടയം സമ്പാദിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭൂമി ഉൾപ്പെടെ 13 ഏക്കർ 79 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം 2025 മാർച്ച് മാസത്തിൽ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരെ ഹർജിക്കാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകി. ഈ അപ്പീൽ നിലവിൽ കളക്ടറുടെ പരിഗണനയിലാണ്. എന്നാൽ കാർഷിക വായ്പ പുതുക്കുന്നതിനായി നികുതി അടയ്ക്കേണ്ടതുണ്ടെന്നും വില്ലേജ് ഓഫീസർ കരം സ്വീകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി അപ്പീൽ അന്തിമ തീരുമാനം വരുന്നതുവരെ താൽക്കാലികമായി നികുതി സ്വീകരിക്കുവാൻ ഉത്തരവിടുകയായിരുന്നു. വിധിയുടെ പകർപ്പ് ലഭിക്കുന്ന തീയതി മുതൽ 10 ദിവസത്തിനകം നികുതി സ്വീകരിക്കണമെന്നതാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാർ, ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഉടുമ്പൻചോല തഹസിൽദാർ, ബൈസൺവാലി വില്ലേജ് ഓഫീസർ എന്നിവരെ എതിർകക്ഷികളായാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. വിധിയിലൂടെ റദ്ദാക്കപ്പെട്ട പട്ടയം കോടതി പുനഃസ്ഥാപിച്ചു നൽകിയിട്ടില്ല എന്നത് റവന്യൂ വകുപ്പിന് താൽക്കാലിക ആശ്വാസമാണെങ്കിലും ഉദ്യോഗസ്ഥർക്കിടയിൽ ആശങ്ക ശക്തമാണ്. ചക്രമുടിയിൽ നിന്ന് മുൻപ് ഒഴിപ്പിക്കപ്പെട്ട കൂടുതൽ പേർ സമാന ആവശ്യവുമായി കോടതിയെ സമീപിച്ചാൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് വഴിമാറും. നിലവിൽ ഉത്തരവിന്റെ സർട്ടിഫൈഡ് പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഹർജിക്കാർ നൽകിയ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ബൈസൺവാലി വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ഓണത്തിരക്കിനൊപ്പം വിപണിയിലും പൂക്കളുടെ വില കുതിച്ചുയരുകയാണ്. പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഇത്തവണ കൈ പൊള്ളുമെന്ന ഉറപ്പ്. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും പൂക്കളുടെ ലഭ്യത കുറഞ്ഞതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. കിലോയ്ക്ക് 100 രൂപ മുതൽ 1600 രൂപ വരെയാണ് വിവിധ പൂക്കളുടെ വില. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണിയിലെത്തുന്നവർ വില കേട്ട് അമ്പരക്കുകയാണ്. പൂക്കളുടെ രാജാവായ മുല്ലപ്പൂവിനാണ് ഇത്തവണ ഏറ്റവും ഉയർന്ന വില. കിലോയ്ക്ക് 1500 മുതൽ 1600 രൂപ വരെ. വില കുതിച്ചതോടൊപ്പം മുഴം കണക്കിലാണ് മുല്ലപ്പൂവിന്റെ വിൽപ്പന. ഒരു മുഴത്തിന് 40 മുതൽ 60 രൂപ വരെ. വിലയുടെ കാര്യത്തിൽ മുല്ലയ്ക്ക് പിന്നാലെ അരളിയും ജമന്തിയും ഇരു പൂക്കൾക്കും കിലോയ്ക്ക് 450 രൂപ മുതൽ വില. മറ്റു പൂക്കൾക്കും വില ഒട്ടും കുറവല്ല. ചെമ്പകി 250 രൂപ, റോസ് 380 രൂപ, ചെത്തി, ബന്ദി, കോളി, വാടാമുല്ല എന്നിവയ്ക്ക് 200 രൂപ എന്നിങ്ങനെയാണ് വില. ജില്ലയിലെ വിവിധ വിപണികളിലെ നിരക്ക് ഇങ്ങനെ പോകുന്നു. തുളസിക്ക് കിലോയ്ക്ക് 100 രൂപ വരെയും നൽകണം. തമിഴ്നാട്ടിൽ പൂക്കളുടെ ലഭ്യത കുറഞ്ഞതും ഗതാഗത ചെലവും ഓണക്കാലത്തെ അധിക ആവശ്യകതയുമാണ് വില ഉയരാൻ പ്രധാന കാരണങ്ങളെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണവിപണി എല്ലാ വർഷത്തേക്കാളും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ ഈ വർഷം വിലയിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. അതെല്ലാ വർഷവും ഉള്ളതാണ്. അതുപോലെ ബന്ദിക്ക് എല്ലാത്തിനും ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ മഴ കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ എല്ലാവർക്കും ഒരേ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ എൻക്വയറി ചെയ്യുമ്പം തമിഴ്ക്കാർ അവിടെ നമ്മുടെ ഇതിനനുസരിച്ച് വില കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോന്നിൻ്റെ വില ബന്ദി നമുക്ക് 180, 200, 150 പല അളവും പല ക്വാളിറ്റിയിലുള്ളതുണ്ട്.
പിന്നെ അരളി നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നാൽ വില എത്ര ഉയർന്നാലും പൂക്കളം ഒഴിവാക്കാൻ മലയാളി തയ്യാറല്ല. ഓണസദ്യ പോലെ തന്നെ മലയാളിയുടെ ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് പൂക്കളവും. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പൊന്നും വില കൊടുത്തിട്ടാണെങ്കിലും പൂക്കൾ വാങ്ങി മുറ്റത്ത് പൂക്കളം തീർക്കാൻ മലയാളി തയ്യാറാകുമെന്ന് കച്ചവടക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തിരുവോണത്തിന് മുന്നോടിയായി വലിയ തോതിൽ പൂക്കൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ. വില കുതിച്ചുയർന്നെങ്കിലും പൂക്കളം ഒരുക്കുവാനുള്ള മലയാളിയുടെ ആവേശത്തിന് ഒട്ടും കുറവുമില്ല. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഓണം പ്രതീക്ഷയിൽ ജില്ലയിലെ ടൂറിസം മേഖല. ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ പ്രതികൂലമായി ബാധിച്ചു ഈ വർഷം. ഇനിയുള്ള പ്രതീക്ഷ ഓണക്കാല ടൂറിസത്തിലാണ്. ഇപ്പോൾ തന്നെ 70% ബുക്കിംഗുകൾ പൂർത്തിയായതായി ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ അറിയിച്ചു. DTPCയും ഓണത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഓണാഘോഷത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ടൂറിസം മേഖലയിൽ വൻ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, വാഗമൺ, തേക്കടി, രാമക്കൽമേട് എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ ഏകദേശം 90% ബുക്കിംഗുകൾ പൂർത്തിയായതായി ടൂറിസം മേഖലയിലുള്ളവർ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലേക്ക് പ്രത്യേകിച്ചും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ നല്ല തിരക്കുണ്ട്. നല്ല ബുക്കിംഗുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ടൂറിസം സ്പോട്ടുകളെല്ലാം ഉണരുകയാണ്. പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയാണ്. കൂടാതെ മൂന്നാറിലെ നീലക്കുറിഞ്ഞിയും കാൽവണ്ടിലെ മേട്ടുകുറിഞ്ഞിയും കാലാവസ്ഥയും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല തിരക്കാണ് ഞങ്ങൾ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. ഓണാവധി ആഘോഷിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓണക്കാലത്തെ സഞ്ചാരികളുടെ വരവ് വ്യാപാര മേഖലയ്ക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കഴിഞ്ഞ കാലയളവുകളിലെ തിരക്കിനേക്കാൾ ഇത്തവണ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല. സഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നതാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, രാജാക്കാട്. ക്ഷേമവും സുരക്ഷയും ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുവാനുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ അടിമാലി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏരിയ സെക്രട്ടറി MM കുഞ്ഞുമോൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ക്ഷേമവും സുരക്ഷയും ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ മാർച്ചും ധർണയും നടത്തി. KSKTUവിന്റെ നേതൃത്വത്തിലാണ് അടിമാലി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പരിപാടി KSKTU ഏരിയ സെക്രട്ടറി MM കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ആ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അവരുടെ ഒരു നിലപാട് സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലുള്ളവർ പിരിയുമ്പോൾ ലഭിക്കുന്നത് പോലെ അവകാശമായിട്ടുള്ള ഒന്നല്ല. ഇത് സർക്കാർ നൽകുന്ന ഒരു സഹായമാണ്, ഇതൊരു ഔദാര്യമാണ്. ഏരിയ പ്രസിഡന്റ് TL തോമസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ TK സുധീഷ് കുമാർ, ചെയർമാൻ CD ഷാജി, മാത്യു ഫിലിപ്പ്, VB മോഹനൻ, റോജി പോൾ, ജഗദമ്മ മോഹനൻ, PH ഉമ്മർ, അജിത് ജോയി എന്നിവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഓണക്കാലത്തെ വരവേൽക്കാൻ പ്രകൃതിയും ചരാചരങ്ങളും അണിഞ്ഞൊരുങ്ങിയതോടെ ഇടുക്കിയുടെ മലനിരകളിൽ വിവിധ പൂവുകളുടെ കാഴ്ച വസന്തം നിറഞ്ഞു. ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിലെ വഴിയോരങ്ങളിൽ അഴക് ചാർത്തി പുള്ളിക്കാശിത്തുമ്പ പൂവിട്ടു. ചിലയിടങ്ങളിൽ കമ്മലിന്റെ സാദൃശ്യമുള്ളതിനാൽ ഇവയെ കമ്മൽ പൂവ് എന്നും വിളിക്കുന്നുണ്ട്. ഇംപെഷ്യസ് മാക്യുലേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ പണ്ട് കാലങ്ങളിൽ ഹൈറേഞ്ചിന്റെ അരുവിയോരങ്ങളിലും പാതയോരങ്ങളിലും മൺതിട്ടുകളിലും നയന മനോഹര കാഴ്ചയൊരുക്കിയിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സസ്യം ഈ മേഖലയിൽ വ്യാപകമായാണ് പുഷ്പിച്ചിരിക്കുന്നത്. ധാരാളം മഴയും തണുപ്പും ഇഷ്ടപ്പെടുന്നതാണ് ഈ ചെടി. നിരവധി സസ്യശാസ്ത്രജ്ഞർ ഇവയെക്കുറിച്ച് പഠിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇളം പിങ്ക് നിറത്തിലുള്ള സമൃദ്ധമായ പൂക്കളാണ് ഇവയുടെ ആകർഷണം. മൂപ്പെത്തിയ വിത്തുകൾ പൊട്ടിത്തെറിച്ച് വിത്തുവിതരണം നടക്കുന്നതിനാൽ ടച്ച് മീ നോട്ട് എന്നും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട്. കാഴ്ച സൗന്ദര്യത്തിന് പുറമെ ത്വക്ക് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള സിദ്ധ ഔഷധം കൂടിയാണ് ഇവ. ഈ
ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വർണ്ണവസന്തമാണ് ഈ ചെടികൾ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ജൈവ വ്യവസ്ഥകളിലെ വ്യതിയാനവും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മൂലം ഈ അപൂർവ സസ്യം ഇന്ന് വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട്. സിറ്റി വിഷൻ, ബൈസൺ വാലി. കലാകാരന്മാർക്കും ആത്മീയ അന്വേഷകർക്കുമായി ഒരിടം. കലയിലൂടെ ആത്മീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിന്നാറിലെ സർഗാരം കലയും ആത്മീയതയും കൈകോർക്കുന്ന ഇടുക്കിയുടെ ഗാർഡൻ ഓഫ് ക്രിയേറ്റിവിറ്റിയായി മാറുകയാണ്. കലയെ വെറും ആസ്വാദനത്തിന്റെ ഉപാധിയായി കാണാതെ ആത്മീയമായ അന്വേഷണത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും വഴിയായി മാറ്റുകയാണ് ചിന്നാറിലെ സർഗാരം. ഏലപ്പാറ, വാഗമൺ, പീരിമേട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമീപത്ത് കലാകാരന്മാർക്കും കലാ ആസ്വാദകർക്കും ആത്മീയ അന്വേഷകർക്കുമായി ഒരിടം ഒരുക്കുകയാണ് MCBS സഭയുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം. സ്പിരിച്വൽ എത്തിക്സ് കൾച്ചറൽ സെന്റർ എന്ന ആശയത്തിലാണ് സർഗാരം പ്രവർത്തിക്കുന്നത്. വിവിധ വിശ്വാസങ്ങളിലും കാഴ്ചപ്പാടുകളിലുമുള്ളവരെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. കലയെ ആത്മീയതയുമായി കൂട്ടിച്ചേർത്ത് സമാധാനം, സൗഹാർദ്ദം, ആത്മസാക്ഷാത്കാരം എന്നിവയിലേക്ക് മനുഷ്യനെ നയിക്കുക എന്ന വിശാലമായ ദർശനവും ഇതിനുണ്ട്. സർഗാരത്തിന്റെ ഡയറക്ടറായ ഫാദർ സാബു മണ്ണട MCBS കലാരംഗത്തെ സാധ്യതകൾക്കായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വൈദികനാണ്. RLV കോളേജിലെ പഠനത്തിനു ശേഷം റോമിൽ 11ഓളം വർഷം ചെലവഴിച്ച കലാപരമായ കഴിവുകൾ വികസിപ്പിച്ച അദ്ദേഹം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കായി ചിത്രകലയും വിവിധ കലാരൂപങ്ങളും പരിചയപ്പെടുത്തുന്ന വർക്ക്ഷോപ്പുകൾ സർഗാരത്തിന് ഇതിനകം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇടുക്കി ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലും നിരവധി കലാ ക്യാമ്പയിനുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ചിത്രകലയിൽ മാത്രമല്ല, ഐക്കണോഗ്രഫി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളിലും പരിശീലനത്തിനുമുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ടെന്ന് സർഗാരത്തിന്റെ ഡയറക്ടർ ഫാദർ സാബു മണ്ണട MCBS പറയുന്നു. അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ കുറേ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. നിരവധി കലാകാരന്മാർ അതിലുപരി മാസത്തിൽ ഒരു തവണ 2-3 ദിവസത്തെയായിട്ട് ഐക്കണോഗ്രഫിയിൽ എൻ്റെ വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. പിന്നെ കുറേ ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിൽ ഇവിടെ ധ്യാനവും അല്ലെങ്കിൽ ഏകാന്ത ധ്യാനത്തിനുള്ള ചില അവസരങ്ങൾ ചിലരൊക്കെ ഒരാഴ്ചയും 2-3 ദിവസമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഏലപ്പാറ, വാഗമൺ, പീരിമേട് മേഖലകളിലേക്ക് എത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ജില്ലയിലെ കലാകാരന്മാർ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളും മറ്റ് കലാസൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിനുള്ള പദ്ധതികളും ആലോചനയിലുണ്ട്. ഇതുവഴി കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം സാമ്പത്തികമായി മുന്നേറുവാനും അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. സർഗാരം എന്ന പേര് പോലെ തന്നെ സൃഷ്ടിപരത പൂത്തുലയുന്ന ഒരു ഗാർഡൻ ഓഫ് ക്രിയേറ്റിവിറ്റി ആയി ചിന്നാറിൽ ഈ ഇടം മാറുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും.
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയമിച്ചു. ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷനിൽ ആതിര പവിത്രൻ, മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണപ്രിയ ഉണ്ണി, മുട്ടം പോലീസ് സ്റ്റേഷനിൽ ശ്രീദേവി KS എന്നിവരെയാണ് SHOമാരായി നിയമിച്ചത്. സേനയിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനങ്ങൾ. ഇതോടെ ജില്ലയിലെ 3 പ്രധാന പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾക്ക് വനിതാ സബ് ഇൻസ്പെക്ടർമാർ നേതൃത്വം നൽകും. തൊടുപുഴ, മുല്ലപ്പെരിയാർ, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ഒഴികെയുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി പോലീസ് സബ് ഇൻസ്പെക്ടർമാരെ നിയമിച്ചു. ഉടൻ തന്നെ 14 സർക്കിൾ ഓഫീസുകളും ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം സഹകരണ വിപണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് P. മാത്യു നിർവഹിച്ചു. ഓണക്കാലത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സഹകരണ ഓണവിപണിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത്. 13 ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും ലഭിക്കും. ഓഗസ്റ്റ് 26 വരെയാണ് സഹകരണ വിപണികൾ പ്രവർത്തിക്കുക. ഇതിന്റെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുള സിറ്റിയിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കമായി. സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് P. മാത്യു നിർവഹിച്ചു. നിധി സ്റ്റോറിലൂടെ ഓണവിപണി എല്ലാ വർഷവും തുടങ്ങുന്നത് പോലെ ഇന്ന് നമ്മൾ ഓണവിപണി തുടങ്ങിയാണ്. 13 കൂട്ടം ഐറ്റമാണ് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏറെക്കുറെ 3-4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. രാജകുമാരിയിലെ മുഴുവൻ ആളുകൾ ഈ ഓണവിപണിയിലൂടെ സാധനങ്ങൾ വില കുറച്ച് കൊടുത്ത് പൊതു കമ്പോളത്തിലെ വില കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് നടത്തുന്ന വലിയ ഒരു യജ്ഞത്തിന് തുടക്കമാണ് നമ്മൾ ഇവിടെ താഴേക്കടയിലേക്ക് നടത്തുന്നത്. കുരുള സിറ്റിയിൽ നടന്ന ഓണം വിപണിയുടെ ഉദ്ഘാടന യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റോയി ചാത്തനാട്ട്, വർക്കി മീൻവള്ളിയിൽ, ബേബി പടിഞ്ഞാറക്കുടിയിൽ, ഗിരി പൂവത്തിങ്കൽ, ചന്ദ്രൻ മനക്കുടി, ബാങ്ക് ജീവനക്കാർ, സെക്രട്ടറി അമ്പിളി ജോർജ്, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഓണസമ്മാനങ്ങൾ ഒരുക്കി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ. ഇടുക്കി കത്തീഡ്രൽ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ ദുരിതാശ്വാസ സഹായം ഏറ്റുവാങ്ങി. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഇടുക്കി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എമർജൻസി ഗ്രാന്റ് ഫണ്ട് വിനിയോഗിച്ചാണ് ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ ദുരിതബാധിതർക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളും സാമ്പത്തിക ഭൗതിക സഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളും ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദുരന്തമുഖങ്ങളിൽ എന്നും താങ്ങായി നിലകൊള്ളുന്ന ലയൺസ് ക്ലബ്ബിന്റെ ഈ പ്രവർത്തനം നാടിന് വലിയ ആശ്വാസമാണ് പകരുന്നതെന്ന് ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ADM മിനി കെ ജോൺ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പല മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുമെങ്കിലും നമ്മുടെ സഹോദരങ്ങളും സമീപവാസികളുമായ ഓരോരുത്തരെ കാണുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് കാണുവാനുള്ള ഒരു വേദിയായിട്ട് ലയൺസ് ക്ലബ്ബിനെ മാറ്റിയിരിക്കുന്നതിൽ ആ ഒരു അഭിപ്രായം അവരെ അറിയിക്കാം. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ സംസാരിച്ച പോലെ മഴക്കെടുതിൽ വളരെ കാര്യമായി നമ്മളെ ബാധിച്ചില്ല എങ്കിലും നമ്മുടെ പഞ്ചായത്തിനും സമീപ പഞ്ചായത്തിനൊക്കെ കുറച്ച് ക്യാമ്പുകൾ. ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് VS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ നാഷണൽ ഏരിയ ലീഡർ V. അമൃതനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ ജെയിൻ അഗസ്റ്റ്യൻ, ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേഷൻ അംഗം ഷിഫിൻ സെബാസ്റ്റ്യൻ, റീജിയണൽ ചെയർമാൻ പ്രവീൺ കുമാർ, ഇടുക്കി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സിബി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും നിരവധി പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. രാജക്കാട് മിനി സ്റ്റേഡിയം അംഗൻവാടിയിൽ ഓണാഘോഷവും ഓണസദ്യയും നടത്തി. ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു.
ഓണത്തിൻ്റെ നിറവും സന്തോഷവും പകർന്നുകൊണ്ട് രാജക്കാട് മിനി സ്റ്റേഡിയം അങ്കണവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാജക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇവർ തന്ന ഈ സമയത്തുള്ള ഒരിക്കൽ കൂടി ഇവർ തന്ന ഈ സമ്മാനത്തിന് ഓണസമ്മാനത്തിന് ഒരിക്കൽ കൂടി CDS മെമ്പർ മിനി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു ഓണ സന്ദേശം നൽകി. ചടങ്ങിൽ രാജക്കാട് വൈസ്മെൻ ക്ലബ് ഭാരവാഹികൾ അങ്കണവാടിക്ക് ഇൻഡക്ഷൻ കുക്കർ ഓണസമ്മാനമായി നൽകി. VC ജോൺസൺ, G രമേശ് ബാബു, ടൈറ്റസ് ജേക്കബ്, ബെന്നി തടത്തിൽ, ബിന്ദു ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, CDS ADS അംഗങ്ങൾ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഓണസദ്യയും നടന്നു. സിറ്റി വിഷൻ, രാജക്കാട്. പാണ്ടിപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും മികച്ച ക്ഷീര കർഷകരെ ആദരവും നടത്തി. പാണ്ടിപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 23ാമത് വാർഷിക പൊതുയോഗം സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. സഹകരണ സംഘം അങ്കണത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ക്ഷീരവികസന മേഖലയുടെ വിവിധ സ്കീമുകളെ കുറിച്ച് ഡോക്ടർ ജൂബിൻ, ക്ഷീരവികസന വകുപ്പ് DFI നിഷാമോൾ രവി, മിൽമ സൂപ്പർവൈസർമാരായ ഡിയോൺ സണ്ണി, അതുൽ ലൈജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. സെക്രട്ടറി മിനി CB റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. സംഘം പ്രസിഡന്റ് സോണി ചെള്ളാമടം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് അടുത്ത കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം പറയാൻ കാരണം 90% മുകളിൽ പാലളക്കുന്ന മിൽമയിലേക്ക് 90 നമ്മൾ 99% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ 99% പാല് നമ്മൾ മിൽമയ്ക്കാണ് കയറ്റി അയക്കുന്നത്. മിൽമയ്ക്ക് കയറ്റി അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 46 45 ബില്ലുകൾ ആർക്കും പരിശോധിക്കാം. നമുക്ക് 1 ലിറ്റർ പാല് നമ്മൾ മിൽമയിലേക്ക് കൊടുക്കുമ്പം നമുക്ക് 46 47 കിട്ടുന്നത്. ഇപ്പം ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം വന്നതിൻ്റെ കാരണക്കാർ നിങ്ങളൊക്കെയാണ്. ക്ഷീരവികസന വകുപ്പ് DEO ജാൻസി ജോൺ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി. സംഘത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാൽ അളന്ന 6 കർഷകർക്ക് ക്യാഷ് അവാർഡുകളും 10,000 ലിറ്റർ കൂടുതൽ പാൽ നൽകിയ കർഷകർക്ക് ഓരോ ചാക്ക് വീതം കാലിത്തീറ്റയും സംഘത്തിലെ മുഴുവൻ കർഷകർക്കും കാൽസ്യം സപ്ലിമെന്റും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ചാക്കോച്ചൻ പുളിക്കയിൽ, തോമസ് കോഴിക്കോട്ട്, ബിനോയ് കണ്ണാട്ടുകുന്നേൽ, അമ്പിളി മനോജ്, ലിസമ സന്തോഷ്, സുനിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉപ്പുതോട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പുതോട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും 2026-28 വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ജോയി പുന്നൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KVVS ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജി കാഞ്ഞിമല ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം സണ്ണി പ്രസിഡന്റായിട്ടുള്ള ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പോലീസ് SP അദ്ദേഹമായിരുന്നു. അദ്ദേഹം അന്ന് ആ യോഗത്തിൽ വെച്ച് തൂഫാൻ്റെ ഒരു പ്രസ്താവന നമ്മളെ പ്രകടിപ്പിച്ചു. അവിടെ വെച്ച് നമുക്കൊരു സത്യവാചകം ചൊല്ലി തന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പണിക്കുമടി യൂണിറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണിക്കുമടി യൂണിറ്റ് പ്രസിഡന്റ് ആ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട പോലീസ് SP അദ്ദേഹം സത്യവാചകം ചൊല്ലി തന്നു. ഞാൻ അന്ന് പോലെ പരിപാടി നിർത്തി. എൻ്റെ ചെയ്തിരുന്ന ദുശീലങ്ങളെ മാറ്റി. ചടങ്ങിൽ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സിവിൽ പോലീസ് ഓഫീസർ ധന്യ മോഹനെ അനുമോദിച്ചു. യൂണിറ്റ് അംഗമായിരിക്കെ മരണമടഞ്ഞ ജോസ് തെണ്ണാമാക്കലിന്റെ കുടുംബത്തിനുള്ള ആശ്രിത ധനസഹായം ജില്ലാ സെക്രട്ടറി ഷാജി കാഞ്ഞമല കുടുംബാംഗങ്ങൾക്ക് കൈമാറി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികളായ കുട്ടികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. ജനറൽ സെക്രട്ടറി സതീശൻ MR, ട്രഷറർ ജോൺ ദേവസ്യ, മാത്യു ഏറിയാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സതീശൻ MR പ്രസിഡന്റായും സുനിൽ വേലങ്കണ്ടത്തിൽ സെക്രട്ടറിയായും ജോൺ ദേവസ്യ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലക്കുറിഞ്ഞി പൂവിട്ട ചക്രമുടി വീണ്ടും വിവാദത്തിലേക്ക്. ഹർജിക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഓണത്തിരക്കിനൊപ്പം വിപണിയിലും പൂക്കളുടെ വില കുതിച്ചുയരുകയാണ്. പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഇത്തവണ കൈ പൊള്ളുമെന്ന് ഉറപ്പ്. ഓണം പ്രതീക്ഷയിൽ ജില്ലയിലെ ടൂറിസം മേഖല. ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ പ്രതികൂലമായി ബാധിച്ചു ഈ വർഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് KSKTU. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.